കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞതിൽ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾ കോടതി ഇപ്പോൾ 12 മണിക്ക് പറയുകയാണ്. ബോബി ഹൈക്കോടതിയോടും ജുഡീഷ്യലോടും കളിക്കുന്നു എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത്. ബോബി നിയമത്തിന് മുകളിലാണോ എന്ന കാര്യം കോടതി ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇന്നലത്തെ അങ്ങേയറ്റത്തെ അപക്വമായ നാടകം കോടതിക്കുണ്ടാക്കിയിരിക്കുന്ന രോഷം അത് ചെറുതേയല്ല. ശ്രീകാന്ത്, ഇപ്പോൾ കോടതി പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനോട് ഫോണിലൂടെ വിവരങ്ങൾ അന്വേഷിച്ചറിയാനാണ് അഭിഭാഷകനോട് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 1:45 ഈ കേസ് വീണ്ടും പരിഗണനയ്ക്കെടുക്കും എന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറയുന്നു. അതായത് ഹൈക്കോടതിക്ക് നീതിന്യായ സംവിധാനത്തിന് ഒരു പവിത്രതയുണ്ട്. അത് ബോബി ചെമ്മണ്ണൂർ എന്നല്ല, ആര് വിചാരിച്ചാലും കളഞ്ഞു കുളിക്കാൻ അനുവദിക്കില്ല എന്ന് അടിവരയിടുകയാണ് ഹൈക്കോടതി ചെയ്യുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ ജയിൽ മോചിതനാകാതിരുന്നത്? താൻ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന പ്രതിക്ക് വേണ്ടി ഉത്തരവ്, അയാൾ ജാമ്യം കിട്ടി, അയാൾ ഇന്നലെ കൂടി ജയിലിൽ കിടക്കരുത് എന്ന ഉദ്ദേശത്തോടെ ഉച്ചയ്ക്ക് നേരത്തെ ഇറങ്ങി. എന്നിട്ട് അയാളുടെ ജാമ്യ ഉത്തരവ് എഴുതുകയും ചെയ്തു. എന്നിട്ടും അയാൾ ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയില്ല. മറ്റൊന്ന്, അയാൾ ഇന്ന് പുറത്തിറങ്ങിയതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്താണെന്ന് എനിക്കറിയാം എന്നും കോടതി പറയുന്നു. അതായത് നീതിന്യായ സംവിധാനത്തെ, ഹൈക്കോടതിയെ ബോബി ചെമ്മണ്ണൂർ അവഹേളിക്കുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്, സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്, ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ കേസിലെ അന്വേഷണം പൂർത്തിയാക്കാൻ താൻ നിർദ്ദേശം നൽകും. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഇതിൽ 2 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനും താൻ നിർദ്ദേശം നൽകും. ജുഡീഷ്യറിയോട് കളിക്കരുത്, ഹൈക്കോടതിയോട് കളിക്കരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പ് ശാസന ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണനിൽ നിന്നും വരുന്നു. 1:45 കേസ് പരിഗണിക്കുമ്പോൾ അല്ല ശ്രീകാന്ത്, ഇപ്പൊ ഇനി ബോബി ചെമ്മണ്ണൂരിനോട് ഫോണിൽ വിളിച്ചു ചോദിച്ചാലും പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞതിനപ്പുറം ബോബിക്ക് എന്താണ് പറയാനുണ്ടാവുക? ബോബി പറയും ഇത്തരത്തിൽ എന്താണ് അതിനുള്ള ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത കുറച്ച് തടവുകാരുണ്ടായിരുന്നു, അവരുടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ അവിടെ നിന്നു എന്നൊക്കെ വക്കീലിനോട് പറഞ്ഞ വക്കീലിനത് കോടതി പറയാൻ പറ്റിയൊരു വാദമാണോ അത്? ഇത് പെട്ടു, ബോബി പെട്ടു, അതിനപ്പുറം വക്കീൽ പെട്ടു കോടതിയിൽ. ശ്രീകാന്ത്, തീർച്ചയായും ഹാഷ്മി, ഇന്നിപ്പോൾ അഭിഭാഷകനോട് അക്കാര്യം ചോദിച്ചപ്പോൾ അഭിഭാഷകൻ വേറെ ഒന്നും പറഞ്ഞില്ല, നിരുപാധികം മാപ്പ് ചോദിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന് കോടതിയുടെ രോഷം, കോടതിയുടെ ഇപ്പോഴുള്ള കോടതിയെ ബോബി ചെമ്മണ്ണൂർ നഗ്നമായി അപമാനിച്ചു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം മുതിർന്ന അഭിഭാഷകനാണ് ഹൈക്കോടതിയിലെ, അത് കോടതിയും പറഞ്ഞു. ഒരു മുതിർന്ന അഭിഭാഷകനെയല്ലേ, ഈ ഹൈക്കോടതിയിലെ തന്നെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനെയല്ലേ ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചത് എന്ന് ജഡ്ജി തന്നെ ചോദിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അഭിഭാഷകന് മറുത്തൊന്നും കോടതിയിൽ പറയാൻ കഴിയില്ല. ബോബി ചെമ്മണ്ണൂരിന് മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലാതെയും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്താം. പക്ഷേ കോടതിക്കൊരു ഡെക്കറമുണ്ട്, അത് കളഞ്ഞു കുളിക്കാൻ അഭിഭാഷകന് സാധിക്കില്ല. അദ്ദേഹം നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കോടതിയിൽ. തൻ്റെ കക്ഷിക്ക് വേണ്ടി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അഭിഭാഷകനെ കൂടി ആപത്തിൽ ചാടിച്ചിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ബോബി ഇനി എന്ത് പറയും എന്നുള്ളത് ബോബി ആയിരിക്കില്ല തീരുമാനിക്കുന്നത്, അഭിഭാഷകൻ തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. നിരുപാധികം മാപ്പ് പറഞ്ഞ് കേണപേക്ഷിച്ച് കോടതിയെ തണുപ്പിച്ച് തൽക്കാലം ഈ ടെൻഷൻ എസ്കലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പോംവഴി.